വൈദികരായ മക്കളാണ് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന അമ്മയുടെ സാക്ഷ്യം ശ്രദ്ധേയമാകുന്നു. ബ്രസീലിലെ നീറ്ററോയ് അതിരൂപതയിലെ ഇരട്ട വൈദികരായ വാലസിന്റെയും വെല്ലിംഗ്ടൺ സാന്റോസിന്റെയും അമ്മ 79-കാരിയായ എലീറ്റ് ആണ് മക്കൾ വൈദികരായതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നത്. ഒരു വൈദികനെ കാണുമ്പോൾ എൻ്റെ മകന് ഒരു വൈദികനാകാൻ കഴിയുമോ എന്നാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ അവർ അതിനുവേണ്ടിയുള്ള യാതൊരു താല്പര്യവും കാണിക്കുന്നുമില്ല. പകരം മക്കളെ ഡോക്ടർമാരോ വക്കീലന്മാരോ സമൂഹത്തിലെ മറ്റ് ഉന്നത സ്ഥാനീയരോ ആക്കാൻ പരിശ്രമിക്കുന്നു. മക്കളുടെ ദൈവവിളി കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണെന്ന് 20 വർഷത്തോളം മതബോധന അധ്യാപിക കൂടിയായിരുന്ന ഈ അമ്മ തറപ്പിച്ചു പറയുന്നു. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ തൻ്റെ മക്കളെ രണ്ടുപേരെയും ദൈവ ശുശ്രൂഷയ്ക്കായി വിളിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നതായും എലീറ്റ് കൂട്ടിച്ചേർത്തു. ഇപ്പോൾ 51 വയസ്സുള്ള ഫാദർ വാലസും വെല്ലിംഗ്ടണും ജനിച്ചത് റിയോ ഡി ജനീറോയിലെ കാബോ ഫ്രിയോയിലാണ്. വിവാഹിതനും ഒരു മകളുടെ പിതാവുമായ ജെന്നേഴ്സൺ എന്നൊരു സഹോദരനും ഇവർക്കുണ്ട്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഇരട്ട കുട്ടികൾക്ക് പൗരോഹിത്യത്തിലേക്കുള്ള വിളി തോന്നിയത്. ആദ്യം സെമിനാരിയിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചത് വെല്ലിംഗ്ടൺ ആയിരുന്നു. 1998 ജൂൺ 29-നാണ് ഇരുവരും വൈദികരായി അഭിഷിക്തരായത്. മക്കളുടെ പൗരോഹിത്യ സ്വീകരണ ദിനം സവിശേഷമായ ദിവസമായിരുന്നുവെന്നും എലീറ്റ പങ്കുവച്ചു. തിരുപ്പട്ട സ്വീകരണത്തിന് തൈലാഭിഷേകത്തിനു ശേഷം മക്കളുടെ കരങ്ങൾ തുടച്ച ലിനൻ തുണി എലീറ്റ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. പാരമ്പര്യമനുസരിച്ച് പുരോഹിതന്റെ അമ്മ മരിക്കുമ്പോൾ കൈകളിൽ ഈ തുണി കൂടി വെച്ചാണ് മൃതദേഹം സംസ്കരിക്കുന്നത്. ദൈവസന്നിധിയിലെത്തുമ്പോൾ മക്കളെ ദൈവത്തിനായി നൽകിയെന്നതിന്റെ തെളിവാണത്രേ ഈ വെള്ളവസ്ത്രം. ആരാണ് ആദ്യം പോകുന്നതെന്ന് അറിയില്ല. എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ ഇക്കാര്യം തങ്ങളോട് പറയുകയും ഈ ലിനൻ തുണി കാണിക്കുകയും ചെയ്യുമെന്ന് പുഞ്ചിരിയോടെ ഫാദർ വാലസും വെല്ലിംഗ്ടണും പറയുന്നു.